ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അടുക്കാനുള്ള പ്ലാനുകള് അങ്ങനെ ഇപ്പൊ അടുക്കണ്ട. ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം എന്നോട് നേരിട്ട് പറയുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കും. ഒന്ന് ക്ഷമിച്ചാ മതി, അപ്പൊ തീരും പ്രശ്നം. അമ്മേ, ഇത് അങ്ങനെയുള്ള വഴക്കൊന്നും അല്ലമ്മേ. എടേ, എങ്ങനെയുള്ള വഴക്കും ആയിക്കോട്ടെ, നീ ഒരാള് മാത്രം വിചാരിച്ചാ മതി, ഈ പിണക്കം തീർക്കാൻ പറ്റും. എടാ, അതൊരു പാവം കൊച്ചാടാ, ഒരു പാവക്കുഞ്ഞിനെ പോലെ. അതിനങ്ങനെ വലിയ ലോകപരിചയമൊന്നുമില്ല. അതിന്റെ ലോകം പണ്ട് മുതലേ നിന്നെ ചുറ്റിപ്പറ്റിയുള്ളതാടാ. നീ ആ കൊച്ചിന്റെ ലോകം അത് മുൻകൈ എടുത്തിട്ടാടാ നിന്നെ കല്യാണം കഴിച്ചത്. അത്ര സ്നേഹം അതിന് നിന്നോട്. അതിനെ കണ്ണീര് കുടിപ്പിക്കല്ലടാ. അമ്മയുടെ പൊന്നു മോനല്ലേ, ഇനി വഴക്ക് നീട്ടിക്കൊണ്ട് പോവരുത്. നിന്റെയും ആ കുഞ്ഞിന്റെയും സങ്കടം കാണാൻ വയ്യ മോനെ. എന്തുണ്ടെങ്കിലും ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണം, ഇന്ന് തന്നെ. മക്കള് സന്തോഷമായിട്ടിരുന്ന അത്ര നാളും കൂടെ മാതാപിതാക്കളുടെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന. ഞങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തൊന്നും വേണ്ട, നിങ്ങള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി. എന്റെ മക്കള് അമ്മ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. കേട്ടമ്മേ. എന്നാ അതുപോലെ ചെയ്യണം. രാധമ്മ പോയി. ആ മുറിയിൽ അവൻ മാത്രമായെന്ന് തോന്നുന്നു. എന്തായാലും പറയുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. മാഡത്തോട് എന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ല. പിന്നെ നീ പ്രണയം എങ്ങനെ പറയും? കേക്കട്ടടാ പൊട്ടച്ചാരെ. ഒരു ലെറ്റർ എഴുതി കൊടുക്കാം. ഇതേ മുറിയിൽ വെച്ച് ലെറ്റർ എഴുതി മാഡത്തിന് നൽകാം. അത് കൊള്ളാം. നിന്റെ ലെറ്റർ എഴുത്ത് ഞാൻ ശരിയാക്കി തരാം. ഇയാളിത് എവിടെ പോയി? എന്താ മാഡം? എന്താ മാഡം പ്രശ്നം? മാഡം. സാന്ദ്ര, ഡ്രൈവർ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നു. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മാഡം. മാഡം, ഞാൻ ഓഫീസിൽ കൊണ്ടാക്കാം മാഡം. വേണ്ട. മാഡം വന്ന് കാറിൽ കയറ്. വേണ്ടത് പറഞ്ഞില്ലേ, എന്റെ ഡ്രൈവർ വരട്ടെ. മാഡം, അയാൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയി കാണും. മാഡം കാറിൽ കയറ്. ഇല്ല, ഞാൻ വരുന്നില്ല.
പിണക്കം അങ്ങനെ തന്നെ നിൽക്കട്ടെ മാഡം. ഓഫീസിൽ പോകാനുള്ളതല്ലേ മാഡം? വാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആ. എന്താ ഇവിടെ? എന്താ മോളെ? ഒന്നുമില്ല അങ്കിൾ, ഡ്രൈവർ വന്നില്ല. ഞങ്ങൾ അത് പറയായിരുന്നു. അതിനിപ്പോ എന്താ, ഇവനിവിടെ ഉണ്ടല്ലോ. ആ. നിങ്ങൾ ഒരുമിച്ച് പോ, അതല്ലേ നല്ലത്. ശരി അങ്കിൾ. ഇതുവരെ മഞ്ഞുരുകി തുടങ്ങിയിട്ടില്ല. എന്നാണാവോ ഇവരുടെ വഴക്ക് മാറുന്നത്? മാഡം, അടുക്കാനുള്ള പ്ലാനുകള് അങ്ങനെ ഇപ്പൊ അടുക്കണ്ട. ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം എന്നോട് നേരിട്ട് പറയുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കും. ഋതികേ, രാഖി, നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലാ ഋതികേ. നീ ഒറ്റയ്ക്കേ ഉള്ളൂ അതോ ഹസ്ബൻഡ് അടുത്തുണ്ടോ? ഷൈനേട്ടനോ? ഷൈനേട്ടൻ ഓഫീസിൽ പോയി. നിന്നെ പിരിഞ്ഞിരിക്കാൻ ഹസ്ബൻഡിന് കഴിയില്ലല്ലേ? മറ്റൊരു വഴിയില്ലാഞ്ഞിട്ട് പോയത് ഋതികേ. അങ്ങേർക്ക് എന്നെ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സങ്കടം ഋതികേ. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന പുള്ളിയുടെ ധാരണ. ഭയങ്കര കെയറിങ്ങോ. എന്ത് സ്നേഹമാണെന്നറിയോ ഋതികേ.